പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുക ബിരുദാനന്തര ബിരുദ തലത്തിലെ പാഠഭാഗമായ സാർവത്രിക ലേഖനങ്ങളെക്കുറിച്ചുള്ള വസ്തുതകളാണ്. അതിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നാം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ ഏറ്റവും പ്രധാന ആശയമായി പരിഗണിക്കപ്പെടുന്ന വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിശദീകരിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ആശയം അദ്ദേഹം അവതരിപ്പിക്കുക. ഇതെന്തുകൊണ്ട് ഇത്രമേൽ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ, മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം തുടങ്ങിയപ്പോൾ, അദ്ദേഹം പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ, വിശിഷ്യ റോമാലേഖനത്തെ വിശദീകരിച്ചുകൊണ്ട് വിശ്വാസം വഴി നീതീകരിക്കപ്പെടുന്നതിനെ ആധാരമാക്കിയുള്ള ഒരു രക്ഷാശാസ്ത്രമാണ് അവതരിപ്പിച്ചത്. പൗലോസ്ലീഹ വളരെ വ്യക്തമായ ഭാഷയിൽ ഒരുവൻ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം വഴിയാണ്, പ്രവൃത്തി വഴി അല്ല എന്ന് സ്പഷ്ടമായി പറയുന്ന പല വചനഭാഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതായത് ഒരുവൻ്റെ നീതീകരണം വിശ്വാസം വഴിയാണ്, പ്രവൃത്തിയാലല്ല എന്ന ശ്ലീഹായുടെ നിലപാടിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ലൂതർ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം ആരംഭിച്ചത്. അതുകൊണ്ട് ദൈവനീതി അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെ എന്നുള്ള ആശയത്തെ പൗലോസ്ലീഹ അവതരിപ്പിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ, അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നാം നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു. അതുകൊണ്ട് നമ്മുടെ വമ്പു പറച്ചിൽ എവിടെ? പൗലോസ്ലീഹ തുടർന്ന് വളരെ ശക്തമായിട്ട് തൻ്റെ പ്രമേയം അവതരിപ്പിക്കുകയാണ്. ആകയാൽ ജഡപ്രകാരം പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അബ്രാഹം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനിക്കാൻ വകയില്ല, ദൈവത്തിൽ അഭിമാനിക്കാൻ വകയില്ല. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു. ഇതാണ് റോമാലേഖനത്തിൻ്റെ നിലപാട്. അതേസമയം ഇതേ ആശയത്തെ യാക്കോബ് ശ്ലീഹ അവതരിപ്പിച്ചുകൊണ്ട് പറയും, അബ്രാഹം നീതീകരിക്കപ്പെട്ടത് അവൻ്റെ പ്രവൃത്തിയാലാണ്, വിശ്വാസത്താലല്ല. ശരിക്കും പ്രത്യക്ഷത്തിൽ വളരെ ശക്തമായ ഒരു വൈരുദ്ധ്യം എന്ന് ന്യായമായും സംശയിക്കാവുന്ന രീതിയിലുള്ള വ്യത്യാസം ഈ 2 ലേഖനങ്ങളുടെയും ആഖ്യാനങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് ശേഷം പൗലോസ്ലീഹായെ കത്തോലിക്ക വിഭാഗം ഒരു പരിധിവരെ അവഗണിച്ചു എന്നുള്ളത് സത്യം. പൗലോസിൻ്റെ ലേഖനങ്ങൾ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ആശയങ്ങളെ സാധൂകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളും അവയുടെ പഠനങ്ങളും ഒരു പരിധിവരെ തമസ്കരിക്കുകയും കത്തോലിക്കൻ്റെ ലേഖനമായി യാക്കോബ് ശ്ലീഹായുടെ ലേഖനം മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളത് സഭാചരിത്രത്തിലെ ഒരു തമാശയായി പരിഗണിക്കാവുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ, പൊതുവെ കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്, ഈ 2 അപ്പസ്തോലന്മാരും അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളല്ല, ഒരേ സത്യങ്ങൾ തന്നെയാണ്. അവയുടെ വിശ്വാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും പരസ്പര പൂരകത്വത്തെ 2 അപ്പസ്തോലന്മാരും അംഗീകരിക്കുന്നുണ്ട് എന്ന് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുത. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വചനഭാഗത്തെ, ഈ ആമുഖം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വചനഭാഗത്തെ മനസ്സിലാക്കാൻ. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്?
ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ കഴിയുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അത് എത്രമേൽ അന്യായകരമാണ് എന്നാണ് ശ്ലീഹ ചോദിക്കുക. അതായത് വിശ്വാസം എന്ന് പറയുന്നത് അമൂർത്തമായ ഒരാശയമായി മാത്രം നിലകൊണ്ടാൽ പോരാ. അതാണ് ശ്ലീഹായുടെ നിലപാട്. വിശ്വാസത്തെ ആശയതലത്തിൽ പിശാചിന് പോലുമുണ്ട് എന്നതാണ് ശ്ലീഹായുടെ വലിയ വാദം. 19-ാം വാക്യം എത്തുമ്പോൾ 2:19 ശ്ലീഹാത് പറയുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവനന്മ സ്വരൂപിയാണ്. ദൈവത്തിൻ്റെ ലക്ഷണങ്ങളായി നമുക്കറിയാവുന്ന വസ്തുതകൾ അത്രയും സാത്താനും അറിയാം. നമ്മളെക്കാളും ശക്തമായിട്ടറിയാം ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളത് സാത്താൻ അറിയാം. പക്ഷേ ആ അറിവ് സാത്താനെ രക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് ശ്ലീഹ പറയുക. വിശ്വാസത്തെ കേവലം അറിവിൻ്റെ തലത്തിലോ ഏതെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളുടെ തലത്തിലോ വിശ്വാസ പ്രമാണമായി മാത്രമോ ഒതുക്കി വെച്ച് കഴിയുമ്പോൾ അതിന് പ്രായോഗിക മാനം നഷ്ടമാവുകയും ഈ പ്രായോഗിക മാനം ഇല്ലാതാകുമ്പോൾ വിശ്വാസം ഉള്ളതും ഇല്ലാത്തതും തുല്യമായി തീരുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ചത്ത വിശ്വാസം എന്ന് പറയും. വിശ്വാസം നിർജീവമായി തീരുന്ന അവസ്ഥയെക്കുറിച്ച് ശ്ലീഹ പറയും. അതുകൊണ്ട് ഈ ശ്ലീഹായുടെ ഊന്നൽ എന്ന് പറയുന്നത് വിശ്വാസത്തെ കേവലം അമൂർത്തമായ ആശയതലത്തിൽ ഒതുക്കി നിർത്താതെ വിശ്വാസത്തെ പ്രായോഗികതയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ വസ്തുതയാണ് ശ്ലീഹ പങ്കുവയ്ക്കുക. ഇതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണ് ഇവിടെ അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സത്യം? പിശാച് പോലും ദൈവത്തിൻ്റെ ശക്തി അറിയുന്നു എന്നുള്ളത് സുവിശേഷങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നു. മിശിഹാ തമ്പുരാൻ ഒരു പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്ന രംഗം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അവിടെ കാണുന്ന വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിലെ പിശാചി ബാധിതൻ പറയുന്നുണ്ട്, യേശുവിനെ കാണുമ്പോഴേ പറയുന്നുണ്ട്, ദൈവപുത്ര, ഈശോ ദൈവപുത്രനാണ് എന്ന് മർക്കോസ് എൻ്റെ സുവിശേഷത്തിൽ പത്രോസ്ലിയ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പറയുന്നതിന് മുൻപേ യേശുവിൻ്റെ ദൈവപുത്രത്വം ഏറ്റുപറഞ്ഞത് പിശാചാണ്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതും പിശാചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് ഈശോ എന്ന്, ദൈവപുത്രനാണ് അവിടുന്ന് എന്ന് പിശാചിനറിയാം. പക്ഷേ ആ അറിവ് പിശാചിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല എന്നുള്ളത് സത്യം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. 2-ാം ആളായ പുത്രൻ തമ്പുരാനാണ് മനുഷ്യനായി അവതരിച്ചത് എന്ന് നമുക്കറിയാം. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് അവൻ പാടുപീഡ സഹിച്ച് കുരിശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വിശ്വാസ തലത്തിൽ അറിയാം. ശ്ലീഹ പറയുകയാണ്, ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവും. ഈശോ മിശിഹാ നിൻ്റെ രക്ഷകനാണ് എന്ന് നീ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈശോ നിന്നെ രക്ഷിച്ചു എന്നുള്ള സത്യം നിൻ്റെ ജീവിതത്തിലൂടെ നീ സാക്ഷ്യപ്പെടുത്തും. മിശിഹായെ രക്ഷകനായി സ്വീകരിച്ചവർ തിന്മയുടെയും അശുദ്ധിയുടെയും അന്യായത്തിൻ്റെയും മാർഗത്തിൽ ചരിക്കുന്നവരാണ് എങ്കിൽ അവൻ്റെ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം? ഇതാണ് ശ്ലീഹായുടെ ചോദ്യം. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന പെന്തക്കോസ്റ്റൽ സഭകളിലെ വിശ്വാസികളുണ്ട് എങ്കിൽ അവർ പലപ്പോഴും കത്തോലിക്കർക്കെതിരായി അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകൾക്കെതിരായി ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണം ഇതാണ്.
മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമല്ല അവൻ രക്ഷപ്പെടുക, യേശുവിലുള്ള വിശ്വാസം നിമിത്തമാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നു, ഓക്കെ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് നീ ഒന്ന് കാണിച്ചതാ. അതായത് ഒരുവൻ സകല കൊള്ളരുതാഴികളും അന്യായങ്ങളും അതിക്രമങ്ങളും കൈക്കൂലിയും മേടിക്കുന്ന വ്യക്തി പാവപ്പെട്ടവന് നീതി നടപ്പിലാക്കി കൊടുക്കാത്ത വ്യക്തിയാണെന്ന് വിചാരിക്കും. സകലവിധ അശുദ്ധിയിലും മുഴുകി ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കും. ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും? യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നുണ്ട്. ശ്രീഹായുടെ ചോദ്യം അതാണ്. വിശ്വാസം വഴിയാണ് നീ രക്ഷ പ്രാപിക്കുന്നത് എന്ന നിന്റെ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ പ്രവൃത്തി വേണ്ട എന്ന് നീ പറയുന്നത് അബദ്ധമാണ് എന്നാണ് ശ്രീഹായുടെ വാദം. കാരണം എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള ഈ വിശ്വാസം നീ എങ്ങനെയൊന്ന് വിശദീകരിക്കുക. ഇതൊന്ന് കാണിച്ചതാ നിന്റെ വിശ്വാസം. ഈ തിന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവന് എങ്ങനെയാണ് വിശ്വാസത്തെ അവകാശപ്പെടാൻ സാധിക്കുക? ഇതാണ് ശ്രീഹായുടെ ചോദ്യം. അതേസമയം മൂഢനായ മനുഷ്യ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? തുടർന്ന് ശ്രീഹ പറയുന്നത് 2 ഉദാഹരണങ്ങളാണ്. ഒന്ന്, അബ്രാഹം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്. ഇതേ ആശയം തന്നെ നമുക്കറിയാം. റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തിൻ്റെ നീതീകരണം പ്രവൃത്തി വഴിയല്ല വിശ്വാസം വഴിയാണ് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ശ്ലീഹ പറയുന്നു, അബ്രാഹം നീതീകരിക്കപ്പെട്ട് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ, അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി സാധിക്കൂ. പൗലോസ് ശ്ലീഹ പറയുന്നു, അബ്രാഹം നീതീകരിക്കപ്പെട്ടത് ഇസഹാക്കിനെ ബലിയർപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് അബ്രാഹം ദൈവത്തിൽ നീതീകരിക്കപ്പെട്ടു എന്നത്. നീതീകരിക്കപ്പെടാൻ കാരണം അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രാഹത്തിൻ്റെ നീതീകരണം അവൻ ദൈവജനത്തിൽ ഔദ്യോഗികമായ അംഗത്വം എടുത്തത് കൊണ്ടായിരുന്നില്ല. അത് പരിച്ഛേദന കർമ്മം. പരിച്ഛേദനം സ്വീകരിക്കുന്നതിന് മുൻപേ അബ്രാഹത്തെ ദൈവം വിളിച്ചു. അബ്രാഹവുമായി ദൈവം ഉടമ്പടിയിൽ ഏർപ്പെട്ടു. പരിച്ഛേദന അബ്രാഹം സ്വീകരിക്കുന്നത് പിന്നീടാണ്. അതാണ് ശ്ലീഹ അവിടെ വാദിക്കുന്ന അടിസ്ഥാനപരമായ വിഷയം. അതായത് ഏതെങ്കിലും ഒരു മതാത്മക പ്രവൃത്തിയോ ആചാരമോ അനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല ഒരുവൻ നീതീകരിക്കപ്പെട്ടത്, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്. ഇതാണ് പൗലോസ് ശ്ലീഹായുടെ നിലപാട്. എന്നാൽ യാക്കോബ് ശ്ലീഹായുടെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമല്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായി തോന്നും. ശ്ലീഹ പറയുന്ന ഇതാണ്, അബ്രാഹം നീതീകരിക്കപ്പെട്ടത് അവൻ്റെ വിശ്വാസം വഴിയാണ് എന്ന് പറയുമ്പോൾ ആ വിശ്വാസം അവൻ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയിരുന്നില്ല എങ്കിൽ അവൻ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റൂ? ദൈവത്തിൽ അവൻ വിശ്വസിച്ചു എന്നുള്ളത് എങ്ങനെയാണ് അവൻ വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം ആവശ്യപ്പെട്ടതുപോലെ ഇസഹാക്കിന് ബലിയർപ്പിക്കാൻ സന്നദ്ധനായി അവൻ മോറിയാ മലയിലേക്ക് എത്തി. ബലിപീഠം നിർമ്മിച്ച് ഇസഹാക്കിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവനെ ബലിപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് അവൻ്റെ കഴുത്ത് ഛേദിക്കാൻ ഒരുമ്പെടുമ്പോൾ അബ്രാഹത്തിൻ്റെ അനുസരണമാർന്ന ആ പ്രവൃത്തി അവൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി മാറുകയും. അതുകൊണ്ട് പ്രവൃത്തിയില്ല, വിശ്വാസം മാത്രമേ ഉള്ളൂ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, യാക്കോബ് ശ്ലീഹായെ അല്പം കൂടി ലളിതമായി ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹമേ നീ ഇസഹാക്കിനെ ബലിയർപ്പിക്കണം. അബ്രാഹം പറഞ്ഞു, യെസ്, ഞാൻ വിശ്വസിക്കുന്നു, ബലിയർപ്പിച്ചേക്കാം. അബ്രാഹം അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ചു, ബലിയർപ്പിച്ചേക്കാമെന്ന് പറഞ്ഞ് സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉറങ്ങി, അതിൻ്റെ പിറ്റേന്ന് ഉറങ്ങി. ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അവൻ മോറിയാ മലയിലേക്ക് പോയുമില്ല, ഇസഹാക്കിനെ ബലിയർപ്പിച്ചുമില്ല എന്ന് വിചാരിക്കുക. അബ്രാഹത്തിൻ്റെ വിശ്വാസം വിശ്വാസമാണോ? അതാണ് യാക്കോബ് ശ്ലീഹായുടെ ചോദ്യം.
വിശ്വസിക്കുന്നു എന്ന് നീ പറയുന്നതിൽ എന്തർത്ഥം ഇരിക്കുന്നു? വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് യാക്കോബ് ശ്ലീഹായുടെ അടിസ്ഥാനപരമായ ചോദ്യം. അതുകൊണ്ട് ഈ വിശ്വാസമാണോ പ്രവൃത്തിയാണോ വേണ്ടത് എന്നത് പഴയ താത്വിക പ്രശ്നം നമ്മൾ കേൾക്കാറുള്ളതാണ്. മാങ്ങാണ്ടിയാണോ മാവാണോ ആദ്യം ഉണ്ടായത് എന്നൊരു ചോദ്യമുണ്ട്. പ്ലാവാണോ ചക്കുക്കുരുവാണോ ആദ്യം ഉണ്ടായത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ആർക്കറിയാവുന്ന ഉത്തരം? അത് കേവലം ഒരു താർക്കികമായ ഒരു അമൂർത്തമായ ഒരു ചോദ്യം മാത്രമേ. ആ ചോദ്യത്തിൽ രണ്ടും ശരിയുത്തരങ്ങൾ തന്നെയാണ്. കോഴിയില്ലാതെ മുട്ടയുണ്ടാകുന്നില്ല, മുട്ടയില്ലാതെ കോഴി ഉണ്ടാകുന്നു എന്നതുപോലെ വിശ്വാസമില്ലാതെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നില്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകാതെ വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നതും യാക്കോബ് ശ്ലീഹ പറയുന്നതും ഒന്ന് തന്നെ. ഇവിടെ അത് വ്യക്തമായിട്ട് ശ്ലീഹ പറയുന്നുണ്ട്. അബ്രാഹത്തിന് ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള പ്രവൃത്തി ചെയ്യാൻ പ്രേരണയായത് അവൻ്റെ വിശ്വാസം. പക്ഷേ ആ പ്രേരണയ്ക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കാൻ മനസ്സാകാതെ വരുമ്പോൾ അവന് വിശ്വാസമുണ്ട് എന്ന് പറയാൻ പറ്റൂ. രണ്ടാമത്തെ ഉദാഹരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 23 മുതലുള്ള വാചകങ്ങളിലെ ഒരു സംഭവമാണ്. അതായത് റാഹാബ് എന്ന വേശ്യ ജോഷുവ അയച്ച ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പറഞ്ഞയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്. റാഹാബ് എന്ന അഭിസാരിക നീതീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുക. കാരണം അവൾ ഇസ്രായേൽ ജനം യെറീക്കോ കീഴടക്കിയപ്പോൾ അവളുടെ ഭവനത്തെ രക്ഷിച്ചു എന്ന് നമുക്കറിയാം. അതായത് അവൾ എങ്ങനെ നീതീകരിക്കപ്പെട്ടു? അവളുടെ പ്രവൃത്തി വഴി. അതായത് ഇസ്രായേലിൻ്റെ ദൈവത്തിലുള്ള അവളുടെ വിശ്വാസത്തെ അവൾ പ്രകടമാക്കിയത് ഇസ്രായേൽക്കാരായി വന്ന ദൗത്യവാഹകരെ അവൾ സുരക്ഷിതമായി കാത്തുപരിപാലിക്കുകയും അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തപ്പോൾ അവളുടെ പ്രവൃത്തി അവളുടെ നീതീകരണമായി. ഇവിടെ അബ്രാഹത്തിൻ്റേത് അനുസരണത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ റാഹാബിൻ്റേത് പരസ്നേഹ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്ലീഹായുടെ വാദം വളരെ ലളിതമാണ്. വിശ്വാസം എന്നത് പ്രവൃത്തിയിൽ നിന്ന് വേർപെടുത്താൻ പാടില്ല. അതുകൊണ്ട് കത്തോലിക്കരും പെന്തക്കോസ്റ്റൽ സഭകളും പ്രൊട്ടസ്റ്റൻ്റുകാരും ലൂതറും ഒക്കെ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതുന്ന ഈ വചനഭാഗങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. പ്രൊട്ടസ്റ്റൻ്റുകാരും കത്തോലിക്കരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മറ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ പിടിക്കുക. അല്ലാതെ ബൈബിളിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ കലഹിക്കുന്നത് എന്ന് പറയാൻ കത്തോലിക്കർക്കോ പ്രൊട്ടസ്റ്റൻ്റുകാർക്കോ അവകാശമില്ല എന്നാണ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചറിയും. വീണ്ടും ഈ ശ്ലീഹ പറയുകയാണ്, ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ പ്രവൃത്തിയെ നിസാരവൽക്കരിച്ചുകൊണ്ട് ആത്യന്തികമായി വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള ചിന്ത പ്രസക്തമായൊരു ചിന്തയാണ്. പൗലോസ്ലീഹ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കും, പ്രവൃത്തി ഒരുവനെയും രക്ഷിക്കുന്നില്ല എന്ന് ശ്ലീഹ പറയും. ഈ വ്യത്യാസത്തെ മനസ്സിലാക്കണമെങ്കിൽ 1-2 വസ്തുതകൾ ശരിയാം വിധത്തിൽ നമ്മൾ തിരിച്ചറിയും. ഒന്നാമതായി പൗലോസ്ലീഹ അവിടെ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയും യാക്കോബ് ശ്ലീഹ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയും 2 തലങ്ങളിലുള്ള പ്രവൃത്തി. പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി പരിച്ഛേദനം നിർവഹിക്കുക, ബലിയർപ്പിക്കുക തുടങ്ങിയ പഴയ നിയമത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന മതാത്മക ആചാരങ്ങളെയാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പ്രവൃത്തി എന്നതുകൊണ്ട് വിശേഷിപ്പിക്കും. എന്നാൽ യാക്കോബ് ശ്ലീഹ ഇവിടെ പ്രവൃത്തി എന്നതിലൂടെ വിശേഷിപ്പിക്കുന്നത് അപരന് നന്മ ഉണ്ടാകുന്ന, അപരൻ്റെ ആവശ്യങ്ങളിൽ അവനെ സഹായിക്കുന്ന പരോപകാര പ്രവൃത്തികളെയാണ് യാക്കോബ് ശ്ലീഹ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക.
അതായത് പഴയ നിയമത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെ നമ്മളാരും തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. നന്മപ്രവർത്തികൾ വേണ്ടേ വേണ്ട എന്നൊരാശയം പൗലോസ്ലീഹായ്ക്കുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ വലിയ അബദ്ധത്തിലാണ് എന്ന് പറയാതെ തരമില്ല. വീണ്ടും രണ്ടാമതായിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസത്തെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, പൗലോസ്ലീഹ എന്തുകൊണ്ടാണ് പ്രവൃത്തി മൂലമല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ഒരുവൻ നന്മ പ്രവർത്തിച്ചിട്ടാണ് രക്ഷ പ്രാപിക്കുന്നത് എങ്കിൽ, ഉദാഹരണം 10 പ്രമാണങ്ങൾ അനുസരിച്ചാൽ ഒരുവൻ സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പായാൽ, സ്ലീഹ പറയുന്നു ഈശോ മിശിഹ ഈ ഭൂമിയിൽ വന്നത് വെറുതെ ആകുമായിരുന്നു. 10 പ്രമാണങ്ങൾ മനുഷ്യന് സീനായി മലയിലേ നൽകപ്പെട്ടതാണ്. ആ പ്രമാണങ്ങൾ അക്ഷരശഃ പാലിച്ചൊരുവൻ ജീവിച്ചാൽ ഒരുവന് സ്വർഗത്തിൽ പോകാൻ കഴിയുമായിരുന്നു എങ്കിൽ ക്രിസ്തു സംഭവം, അവൻ്റെ കുരിശുമരണം, അവൻ്റെ രക്ഷാകര ബലി അർത്ഥശൂന്യമാകുമായിരുന്നില്ല, അത് അനാവശ്യമാകുമായിരുന്നില്ല. ഒരുവന് ഈശോ മിശിഹായെ കൂടാതെ രക്ഷ പ്രാപിക്കാൻ കഴിയും എന്ന് പറയുന്നതിന് തുല്യമാണ് കേവലം പ്രമാണബദ്ധമായ നന്മ ചെയ്താൽ, പ്രവൃത്തി ചെയ്താൽ ഒരുവന് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് സ്ലീഹായുടെ ഊന്നൽ രക്ഷയ്ക്ക് ക്രിസ്തു സംഭവം എത്ര കണ്ട് അനിവാര്യമാണ് എന്ന സത്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പൗലോസ്ലീഹായുടെ ലക്ഷ്യം. പൗലോസ്ലീഹായ ഈ ആശയം ഊന്നിപ്പറയുമ്പോൾ വിശ്വാസം വഴിയാണ് രക്ഷ എന്ന് പറയുന്നതിൻ്റെ പൊരുള് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പ്രവൃത്തി മൂലമാണ് ഒരുവൻ്റെ രക്ഷ സംലഭ്യമാകുന്നത് എങ്കിൽ അതിന് മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇത്രയും നന്മ പ്രവൃത്തികൾ ചെയ്തു, 100 നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്ന് വന്നാൽ ഒരുവൻ 100 നന്മ ചെയ്തേച്ചിട്ട് സ്വർഗത്തിൽ ചെന്ന് അവകാശത്തോടെ മുട്ടി വിളിക്കും, ദൈവമേ ഞാനിതാ 100 നന്മകൾ ചെയ്തു കഴിഞ്ഞു, ജസ്റ്റ് ഓപ്പൺ ദ ഡോർ ഓഫ് ഹെവൻ, ഈ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുക. സ്ലീഹ പറയും, നന്മപ്രവൃത്തികളാണ് സ്വർഗപ്രവേശനത്തിന് രക്ഷയ്ക്ക് മാനദണ്ഡമാകുന്നത് എങ്കിൽ രക്ഷ ഒരിക്കലും ദൈവദാനമല്ല, അത് മനുഷ്യൻ്റെ അവകാശമായി മാറുമായിരുന്നു എന്നാണ് സ്ലീഹായുടെ നിലപാട്. രക്ഷ മനുഷ്യൻ്റെ അവകാശമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതേക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിയാം വിധത്തിൽ ഗ്രഹിക്കേണ്ട ഒരു സത്യമാണ്. രക്ഷ അവകാശമല്ല ഒരിക്കലും, അത് ദൈവത്തിൻ്റെ കൃപയാർന്ന ദാനമാണ്. ഈ 2 ആശയങ്ങൾക്ക് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പൗലോസ്ലീഹ വിശ്വാസത്തെ ഊന്നിപ്പറഞ്ഞത്. അതായത് രക്ഷയ്ക്ക് ഈശോ മിശിഹായുടെ കുരിശിലെ ബലി അത്യന്താപേക്ഷിതമാണ് എന്ന സത്യത്തിന് ഊന്നൽ നൽകും. 2, രക്ഷ മനുഷ്യൻ്റെ അവകാശമല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന സത്യത്തിന് ഊന്നൽ നൽകും. ഈ ഒരു ലക്ഷ്യത്തോടെ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്ന കാര്യത്തെ യാക്കോബ് ശ്ലീഹ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് ആരും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക, ഈ 2 അപ്പസ്തോലന്മാരും നൽകുന്ന വിവരണങ്ങൾ വളരെ സത്യമാണ്. ഇനി എങ്ങനെയാണ് പ്രവൃത്തിയെ പൗലോസ്ലീഹ നീതീകരിക്കുന്നത്? പൗലോസ്ലീഹായുടെ വീക്ഷണമനുസരിച്ച് നീ നന്മപ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായി യേശുവിൽ വിശ്വസിക്കാനും സ്വർഗത്തിൽ പോകാനും യോഗ്യനാകുന്നു എന്നുള്ളതല്ല, മറിച്ച് നീ യേശുവിൽ വിശ്വസിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലായിരിക്കുന്നവനാകയാൽ നിനക്ക് നന്മപ്രവൃത്തികളല്ലാതെ മറ്റൊന്നും ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ് പൗലോസ്ലീഹായുടെ നിലപാട്. അതായത് ഒരുവൻ നന്മ ചെയ്തതുകൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുക വഴി ഇപ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ വഴിയിലായിരിക്കുന്നവന് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല
എന്ന സത്യമാണ് പൗലോസ്ലീഹ പറയുക. വിശ്വാസമുള്ളവന് നന്മപ്രവൃത്തി അപ്രസക്തമാണ് എന്നല്ല പൗലോസ്ലീഹ പറയുക. മറിച്ച് വിശ്വാസമുള്ളവൻ്റെ ജീവിതത്തിൽ നന്മപ്രവൃത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. സമാനമായ സത്യം തന്നെയാണ് യാക്കോബ് ശ്ലീഹായും പറയും. യാക്കോബ് ശ്ലീഹ പറയുന്ന എന്താണ്? വിശ്വാസമുള്ളവൻ അത് പ്രവൃത്തിയിലൂടെ പ്രകടമാക്കും. നോക്കിക്കേ, പൗലോസ് ശ്ലീഹ പറഞ്ഞതും യാക്കോബ് ശ്ലീഹ പറഞ്ഞതും ഒരേ ആശയം തന്നെയാണ്. ഒരാൾ വിശ്വാസത്തിൻ്റെ തലത്തിന് കൂടുതൽ ഊന്നൽ നൽകിയപ്പോൾ മറ്റേയാൾ പ്രവൃത്തിയുടെ തലത്തിന് കൂടുതൽ ഊന്നൽ നൽകും. പ്രവൃത്തിയും വിശ്വാസവും തമ്മിലുള്ള പാരസ്പര്യം, പ്രവൃത്തിയും കൂടി ചേർന്ന വിശ്വാസത്തെയാണ് വിശ്വാസം എന്ന് വിളിക്കേണ്ടത് എന്ന പുതിയ നിയമ നിലപാട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന ഗിരിപ്രഭാഷകൻ്റെ ആശയം മത്തായി 7:21 നമ്മൾ വായിക്കുന്ന ഈ സന്ദേശം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതുകൊണ്ട് സഭാചരിത്രത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെളിക്ക് തെളിച്ചിട്ടുള്ള, അതല്ല എങ്കിൽ സഭയിലെ തന്നെ ഏറ്റവും വലിയ പിളർപ്പായ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് നാന്ദി കുറിച്ച ഈ ഒരു പ്രശ്നം പൗലോസ് ശ്ലീഹായും യാക്കോബ് ശ്ലീഹായും തമ്മിൽ ഉള്ള വൈരുദ്ധ്യം എന്ന് ആക്ഷേപിക്കപ്പെട്ട കാര്യം ശരിയാം വിധം മനസ്സിലാക്കിയാൽ അവർ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന സത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.